ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന ബജറ്റിന് സാധിച്ചിട്ടില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാന വരുമാനത്തിന്റെ 92% കടം തീർക്കാനും പെൻഷനുമാണ് ചെലവാക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. കടബാധ്യതയിൽ മുങ്ങി നിൽക്കുന്ന സംസ്ഥാനത്തെ രക്ഷിക്കാൻ ബഡ്ജറ്റിൽ ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. ബഡ്ജറ്റിലൂടെ ജനങ്ങളെ വിഡ്ഢിയാക്കാനാണ് പിണറായി ശ്രമിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 കൊല്ലം ഭരിച്ച CPM സർക്കാർ അതേ സ്ഥിതി, ഒരു ദുർബലമായ സ്ഥിതിയിൽ കേരളത്തിന്റെ ഇക്കോണമിയെ കൊണ്ടുവച്ച് ഇന്ന് കുറെല്ലാം വാഗ്ദാനം കൊടുക്കുന്നു. അത് എന്തുകൊണ്ട് 10 കൊല്ലത്തിലൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കണം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കൃത്യമായി പറയാനുള്ളത്, ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഊന്നൽ നൽകാനും ബഡ്ജറ്റിൽ സാധിച്ചില്ല. സംസ്ഥാന വരുമാനത്തിന്റെ 92% ചിലവഴിക്കുന്നത് കടം തീർക്കാനും പെൻഷൻ നൽകാനും മാത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 92% 100 രൂപ ഈ സ്റ്റേറ്റ് റവന്യൂ ആയിട്ട് കിട്ടുമ്പോൾ 92 രൂപ കടം, പലിശ, പെൻഷൻസിന് പോകുന്നു. 8% മാത്രമാണ് വികസനത്തിന് വേണ്ടി ഈ സ്റ്റേറ്റ്. ഇതാണ് സ്ഥിതി, നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു. ഇതൊരു ഇക്കോണമി അല്ല, ഇതൊരു പോൺജി സ്കീമാണ്. ഒരു സ്ഥലത്ത് കാശ് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുക്കുക, അതല്ലേ? കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ഇടത് സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തിയെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ജനം, തിരുവനന്തപുരം.